ഒരു മിനിറ്റ് എന്ത് തിരക്കാണെങ്കിലും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണും. പ്രത്യേകിച്ച് എൻ്റെ പ്രവാസികൾ. ഈ ഒരു 3 ദിവസത്തെ മാത്രം അനുഭവങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. എത്ര മെസ്സേജാണ്, എത്ര കോളാണ് എനിക്ക് ഈ ഒരു 3 ദിവസത്തിൽ മാത്രം വന്നതെന്നറിയോ. ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ഹാർട്ട് ബ്ലോക്കിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു എൻ്റെ രോഗസംബന്ധമായ കാര്യങ്ങളുമായിട്ട്. അവിടെ തൃപ്തിയുള്ളവർക്ക് അവിടെ പോയി ചികിത്സിക്കാം, അല്ലാത്തവർക്ക് വേറെ ഹോസ്പിറ്റലിൽ ചികിത്സിക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടി എന്നെ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു 7 ദിവസത്തിൻ്റെ ഉള്ളിൽ എത്ര പേരുടെ 40 വയസ്സിന് താഴെയുള്ള എത്ര പേരുടെ മരണ വാർത്തകളാണ് നമ്മൾ കേട്ടത്. നമ്മൾ പറയും വാക്സിൻ അടിച്ചുകൊണ്ടോന്നല്ല. ഇത് വാക്സിൻ അടിച്ചുകൊണ്ടൊന്നല്ല. ഫാസ്റ്റ് ഫുഡും നമ്മുടെ ജീവിത ശൈലിയിൽ വന്ന മാറ്റങ്ങളെ കൊണ്ട് മാത്രമാണ് ഈ ഒരു ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്ന ഈ ഒരു രോഗത്തിന് നിങ്ങൾ വിധേയരാകുന്നത്. എൻ്റെ അനുഭവം ഞാൻ പറയണത്. ഞാനിങ്ങനെ ഓട്ടമായിരുന്നു. ഞാൻ എപ്പോഴോ പാതിരക്കൊക്കെ വന്നിട്ടാണ് വന്ന് കിടക്കുക. രാവിലെ നീച്ചെൻ്റെ ഡ്യൂട്ടിക്ക് പോകും. ഭക്ഷണം കഴിക്കുന്നത് ചിലപ്പോൾ 1 മണിക്കോ 2 മണിക്കൊക്കെ ആയി. ഒരു നിയന്ത്രണമില്ല. അങ്ങനെ കഴിക്കും, അപ്പം തന്നെ വന്ന് കിടക്കും. എക്സസൈസ് ഇന്ന് പോകാം, നാളെ പോകാം, മറ്റന്നാൾ പോകാം, അങ്ങനെ പോകും. ഒന്നിനും പോയിരുന്നില്ല. ഇതിനാരെ നമ്മൾ പഴിചാരം. പൂർണ്ണമായിട്ടും ഈ രോഗം നമുക്ക് വന്നത് നമ്മൾ കാരണമാണ്. നമ്മൾ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഓടിയത് അവരൊക്കെ കടന്നുറങ്ങാണ്. അവരുറങ്ങിക്കോട്ടെ, അവരുടെ നല്ല ഉറക്കത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓടിയത്. ചിലപ്പോൾ അവർക്ക് ഒന്ന് വിളിച്ചന്വേഷിക്കാൻ പോലും അവർക്ക് സമയം ഉണ്ടാവില്ല, അല്ലേ? നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ഓടിയോരാ. അവരൊന്നും പഴിചാരല്ല. ഞാൻ പറഞ്ഞ രോഗം വന്നാൽ അത് അനുഭവിക്കാൻ നിങ്ങളെ ഉണ്ടാവുള്ളൂ. ചികിത്സിക്കാനൊക്കെ എങ്ങനെയെങ്കിലൊക്കെ നമ്മുടെ ചികിത്സ നടന്നു പോയിക്കോളും. ആരുമില്ലെങ്കിൽ പിരിച്ചിട്ടെങ്കിലും നടന്നു പോയിക്കോളൂ. പക്ഷേ ഒരു രോഗം വന്നാൽ അത് അനുഭവിക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്ത് തിരക്കാണെങ്കിലും നമ്മൾ നമ്മുടെ ഭക്ഷണവും നമ്മുടെ എക്സസൈസും നമ്മുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാ എൻ്റെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞു. ഞാൻ അതിനുശേഷം പല ട്രോപ്പോണിൻ ടെസ്റ്റും പല കാര്യങ്ങളും ചെയ്തു. അൽഹംദുലില്ലാ എനിക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ പൂർണ്ണമായിട്ട് ഇപ്പോൾ അൽഹംദുലില്ലാ വിജയകരമായ ഒരു ചികിത്സയാണ് എൻ്റെ കഴിഞ്ഞത്. ഇനി അതിനെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ വന്നാലും വന്നില്ലെങ്കിലും, ബൈപ്പാസ് ചെയ്താലും ആൻജിയോപ്ലാസ്റ്റി ചെയ്താലും നമ്മൾ മരണം വരെ ചില ടാബ്ലറ്റുകൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കഴിക്കണം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ത് ഓട്ടാണെങ്കിലും, ജീവിതത്തിൽ എത്ര പ്രയാസമുണ്ടെങ്കിലും, എത്ര വിഷമമുണ്ടെങ്കിലും നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കണം.